ഏവർക്കും തിങ്ക് ടോണിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4th സ്റ്റാൻഡേർഡിലെ EVSൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഓർഗാനിസം ആൻഡ് സറൗണ്ടിങ്സ്, ജീവികളും ചുറ്റുപാടുകളും, അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചായിരുന്നു. അഡോപ്റ്റേഷൻ എന്താണെന്നും ഡെസർട്ട് പ്ലാന്റ്സിന്റെ പ്രത്യേകതകളെക്കുറിച്ചും പിന്നെ വാട്ടർ ലില്ലി ഫ്രോഗ്സ് അതിന്റെ അഡോപ്റ്റേഷനെ കുറിച്ചുള്ള ഡിഫറൻസും പിന്നെ വാട്ടർ ആനിമൽസ്, ലാൻഡ് ആനിമൽസ്, വാട്ടർ ആൻഡ് ലാൻഡ് ആനിമൽസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇന്ന് നമുക്ക് നോക്കാം എന്താണ് പഠിക്കാനുള്ളതെന്ന്. നോക്കൂ, ഇവിടെ ഒരു ഒട്ടകവും പെൻഗിനുമായിട്ടുള്ള സംസാരമാണ്. നോക്ക്. The fat in our hump help us to survive in the desert for days without drinking water. എന്താണ് പറയുന്നത്? ഒട്ടകം മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് മുതുകിലെ കൊഴുപ്പാണ്. ദ ഹംപ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിലെ കൊഴുപ്പാണ് ഈ ഒട്ടകങ്ങളെ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ എന്താണ് പെൻഗിൻ പറയുന്നത്? ദ ഫാറ്റ് അണ്ടർ അവർ സ്കിൻ പ്രൊട്ടക്ട് us ഫ്രം ദ എക്സ്ട്രീം കോൾഡ് ഇൻ ദ പോളാർ റീജിയൻ. ത്വക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്ത് അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നത്. ഓക്കെ, അവയുടെ ജീവിക്കുന്നതിൻ്റെ ആ ഒരു ചുറ്റുപാടിലുണ്ടാകുന്ന പ്രത്യേകതയാണ്. നോക്കൂ, ഫൈൻഡ് അതർ അഡോപ്റ്റേഷൻസ് ഓഫ് ക്യാമൽ ആൻഡ് പെൻഗിൻ. ക്യാമലിൻ്റെയും പെൻഗിൻ്റെയും വേറെ എന്തൊക്കെ അഡോപ്റ്റേഷൻസ് ആണെന്ന് നോക്കിക്കോ. ഒന്നാമത് നമ്മൾ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു? ഫാറ്റ് ഇൻ ഹംസ് ഫോർ എനർജി. ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ മുതുകിലെ കൊഴുപ്പ് സഹായിക്കുന്നു. പിന്നെന്തോന്നാണ്? തിങ്ക് ഫാർ ടു പ്രൊട്ടക്റ്റ് ഫ്രം ഹീറ്റ്. പിന്നെന്താണ്? ഈ നല്ല തിക്കായിട്ടുള്ള രോമം, അത് ഹീറ്റിൽ നിന്ന് അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. വൈഡ് ഫീറ്റ് ടു വാക്ക് ഓൺ സാൻഡ്. അതെനിക്ക് വൈഡ് ഫീറ്റ് ആണ് അവയ്ക്കുള്ളത്. അത് മണലിൽ പുതഞ്ഞു പോകാതെ മണലിൽ കൂടി നടക്കാൻ അവയെ സഹായിക്കുന്നു. ഇത് ഒട്ടകത്തിന്റെ പ്രത്യേകത. അങ്ങനെ പെൻഗിന്റെ എന്താണ്? തിക്ക് ഫാറ്റ് അണ്ടർ സ്കിൻ ഫോർ വാംത്ത് ആൻഡ് എനർജി. ത്വക്കിനടിയിലുള്ള കൊഴുപ്പ് അതിശൈത്യത്തിൽ നിന്ന് അവയെ സംരക്ഷിക്കുന്നു. പിന്നെ എന്തോന്നാണ്? ഫ്ലിപ്പർ ലൈക്ക് വിങ്സ് ടു സ്വിം ഇൻ വാട്ടർ. വെള്ളത്തിൽ നീന്താൻ അനുയോജ്യമായ ചിറകുകളാണ് അവയ്ക്കുള്ളത്. തിക്ക് ഫെതേഴ്സ് ആൻഡ് ഫാറ്റ് ഫോർ വാംത്ത്. നല്ല തിക്കായിട്ടുള്ള ഫെതേഴ്സും അതേ കണക്ക് ഫാറ്റും, കൊഴുപ്പുമാണ് അവയ്ക്ക് ചൂട് നൽകുന്നത്. അപ്പോൾ ഒട്ടകത്തിനും പെൻഗിനുമുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. അടുത്ത് നോക്കിക്കോ. കങ്കാരു എലി. എ ലൈഫ് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ. കങ്കാരു റാറ്റ്. The kangaroo rat is a small animal found in the desert. It has many adaptations for living in the desert. It digs very deep burrows to survive the heat of the day and lives inside them. It hunts for prey at night. It can live without drinking any water. It gets the water it needs from its main food, such as grain, seeds, and also from its body fat. Water loss throws it or urine is very low. It moves by hopping like a kangaroo using its long hind legs. It can store grains and seeds in pouch in its cheeks. അപ്പൊ കങ്കാരു എലിയുടെ പ്രത്യേകത എന്തോന്നാണ്? മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു എലി. മരുഭൂമിയിൽ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലനങ്ങൾ ഇതിനുണ്ട്. പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ മാളങ്ങൾ ഉണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു. രാത്രികാലങ്ങളിലാണ് ഇര തേടുന്നത്. ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. പ്രധാന ആഹാരമായ ധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവയ്ക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു. വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയുമുള്ള ജലനഷ്ടം വളരെ കുറവാണ്. നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടിച്ചാടിയാണ് സഞ്ചരിക്കുന്നത്. കവിൾ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കാനുള്ള കഴിയും. കവിൾ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കാനും കഴിയും. ഓക്കെ,
അടുത്ത് നോക്കൂ, ഒരു കൊക്കും ഫിഷും ആയിട്ടുള്ളതാണ്. വി ഹാവ് എവറിത്തിങ് വി നീഡ് ടു ലീവ് ഇൻ ദ ഫീൽഡ്. ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട്. ആര് പറയാണ്? കൊക്ക് പറയാണ്. വി ഹാവ് എവറിത്തിങ് വി നീഡ് ഇൻ ദ പോണ്ട്. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ടല്ലോ. ആര് പറയാണ്? ഫിഷ് പറയാണ്. നോക്ക്, വാട്ട് ഡസ് സ്റ്റോക്ക് ഗെറ്റ് ഫ്രം ഫീൽഡ്? കൊക്കിന് വയലിൽ നിന്ന് എന്തെല്ലാമാണ് ലഭിക്കുന്നത്? എന്തൊക്കെ കിട്ടും? സ്മാൾ ഓർഗാനിസംസ്, ചെറുജീവികൾ, സ്മാൾ ഫിഷസ്, എർത്ത് വോം, ഇൻസെക്ട്സ്. ചെറിയ ജീവികൾ, ചെറിയ മത്സ്യങ്ങൾ, മണ്ണിര പ്രാണികൾ, അതെല്ലാം കൊക്കിന് എവിടെ നിന്ന്? വയലിൽ നിന്ന് കിട്ടും. അതേ കണക്ക് ഫിഷിന് പോണ്ടിൽ നിന്ന് എന്തെല്ലാം കിട്ടും? പ്ലേസ് ടു ലീവ്, വാസസ്ഥലം, ഫുഡ്, ഓക്സിജൻ, ശ്വസിക്കാനുള്ള ഓക്സിജൻ ഒക്കെ പോണ്ടിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ അവ ഓരോന്നിന്റെയും ഓരോ അഡാപ്റ്റേഷൻ ആണ്. അവയുടെ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാട്, അവ എവിടെയാണോ കഴിയുന്നത് അവിടെ നിന്ന് തന്നെ അതിനുള്ള ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. ഓക്കെ. ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ എന്ത് പറയുന്നത്? ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം ലീവ് ഈറ്റ്സ് ഹാബിറ്ററ്റ്. ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത്. എ ഹാബിറ്ററ്റ് കണ്ടെയ്ൻസ് എവറിത്തിങ് ദാറ്റ് ദ ഓർഗാനിസം നീഡ് ടു സർവൈവ്. ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതിന്റെ ആവാസത്തിലുണ്ട്. ഇപ്പൊ പോൺസ്, റിവേഴ്സ് ആൻഡ് ഫീൽഡ്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്ററ്റ്. ഹാബിറ്ററ്റ് നമുക്ക് എന്തെന്ന് പറയാ? കുളം, പുഴ, വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ അതിന്റെ ഈ കുളത്തിൽ തന്നെ ഒത്തിരി ജീവജാലങ്ങളുണ്ട്. ഈ കുളത്തിനെ ആശ്രയിച്ചാണ് അവ ജീവിക്കുന്നത്. അതാണ് അതിന്റെ വാസസ്ഥലം എന്ന് പറയുന്നത്, അതിന്റെ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാബിറ്ററ്റ് മനസ്സിലായോ? അടുത്ത് നോക്ക്, റൈറ്റ് മോർ എക്സാമ്പിൾസ് ഓഫ് ഹാബിറ്ററ്റ്. ഹാബിറ്ററ്റിന് വേറെ എക്സാമ്പിൾസ് എഴുതാനാണ്. ഏതൊക്കെ ആവാസങ്ങൾക്ക്? ട്രീയിൽ ഒത്തിരി ജീവികളുണ്ട് ജീവിക്കുന്നത്, അല്ലെ? ഫോറസ്റ്റിലും അതുപോലെ തന്നെ പോണ്ട്, റിവേഴ്സ്, ഫീൽഡ്സ്, മൗണ്ടൻസ്, സീ, ഡെസർട്ട്. വനം, കുളങ്ങൾ, നദികൾ, വയലുകൾ, മലകൾ, കടൽ, മരുഭൂമി, ഇതൊക്കെ എടുത്താൽ ഒത്തിരി ജീവജാലങ്ങൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഓക്കെ, അവയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ ചുറ്റുപാട് അവിടെ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. അടുത്ത നോക്ക്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാബിറ്ററ്റ്. റിവർ, ഡെസർട്ട്, പോളാർ റീജിയൻ, മൗണ്ടൻ, ഫോറസ്റ്റ്, സീ. നദി, മരുഭൂമി, ധ്രുവപ്രദേശം, പർവ്വതം, വനം, കടൽ, ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാബിറ്ററ്റ് ആണ്. നോക്കുക, എ ഫീൽഡ് ഈസ് എ ഹാബിറ്ററ്റ്. ഇതൊക്കെ നിങ്ങളുടെ ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് ഹാസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ ഇറ്റ്സ്. വിച്ച് ആർ ദേ? അപ്പോൾ ഫീൽഡ് എന്ന് പറയുന്നത് വയൽ എന്നൊന്നാണ്, ഒരു ഹാബിറ്ററ്റ് ആണ്, അല്ലേ? അതിൽ ഒരുപാട് ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഏതെല്ലാമാണ് അത്? ലിവിങ് തിങ്സിന് നമുക്ക് എന്തൊക്കെ പറയാം? ഒരു വയൽ എടുത്തു കഴിഞ്ഞാൽ ലിവിങ് തിങ്സ് നമുക്ക് എന്തൊക്കെ പറയാം? പ്ലാന്റ്സ് ഉണ്ട്, പലതരത്തിലുള്ള ബേർഡ്സ് ഉണ്ട്, സ്മാൾ ഓർഗാനിസം, പല ജീവജാലങ്ങൾ അവിടെ ഉണ്ട്. നോൺ ലിവിങ് തിങ്സ് എന്ത് പറയാം? സോയിൽ ഉണ്ട്, വാട്ടർ ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്, ഇതെല്ലാം നോൺ ലിവിങ് തിങ്സിന് പറയാം. ജീവനുള്ളവയ്ക്ക് സസ്യങ്ങളുണ്ട്, പക്ഷികളുണ്ട്, പിന്നെ ചെറുജീവികളുണ്ട്. ജീവനില്ലാത്തവയ്ക്ക് മണ്ണ്, ജലം, സൂര്യപ്രകാശമൊക്കെ പറയാം. ഓക്കെ, അടുത്ത ഫൈൻഡ് റൈറ്റ് ദ എക്സാമ്പിൾസ് ഓഫ് മോർ നാച്ചുറൽ ആൻഡ് മാൻ മെയ്ഡ് ഹാബിറ്ററ്റ്. നാച്ചുറൽ ഹാബിറ്ററ്റും മാൻ മെയ്ഡ് ഹാബിറ്ററ്റ്സും ഏതൊക്കെയാണെന്ന്. നാച്ചുറൽ ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുള്ള ആവാസങ്ങൾ ഏതൊക്കെയാണ്? ഫോറസ്റ്റ്, പോണ്ട്, ഡെസർട്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. നമ്മൾ കുറെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു. ട്രീസ്, അതൊക്കെ നാച്ചുറൽ ഹാബിറ്റ്സിൽ വരുന്നതാണ്. എന്നാൽ മാൻ മെയ്ഡ് ഹാബിറ്റ്സിൽ വരുന്നത് ഏതാണ്? മനുഷ്യനിർമ്മിതമായിട്ടുള്ള ടൗൺസ്, ഫാംസ്, കൃഷിയിടം, പിന്നെന്തോന്നാണ്? ബയോഡൈവേഴ്സിറ്റി പാർക്ക്, ഇതൊക്കെ ജൈവ വൈവിധ്യ ഉദ്യാനം, ഇതൊക്കെ മനുഷ്യനിർമ്മിത ആവാസങ്ങളാണ്, മാൻ മെയ്ഡ് ഹാബിറ്ററ്റ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. എ ഹാബിറ്ററ്റ് കണ്ടെയ്ൻസ് മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ജീവനുള്ളവയും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങൾ എവിടെയുണ്ട്? ഒരു ആവാസത്തിൽ ഉണ്ട്. മെനി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് കണ്ടെയ്ൻസ് ഹാബിറ്ററ്റ്. ജീവനുള്ളവയും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട്. സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവ ജീവനുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ്. മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം എന്നിവ ജീവനില്ലാത്തവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, നിങ്ങൾ ടെസ്റ്റ് ഉള്ളത് തന്നെയാണ്. അടുത്ത, എന്താണ് എക്കോസിസ്റ്റം എന്നുള്ളത്?
An ecosystem is an environment where living and non-living things live in interdependence. Trees, fields, ponds, streams, hills, scattered groves uh, are small ecosystems. Forest, grassland, desert, seas and polar regions are large ecosystem. അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അവയിൽ എന്തോന്നാണ് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ച് കഴിയുന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ച് കഴിയുന്ന ചുറ്റുപാടാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് ഇവയൊക്കെ എന്തോന്നാണ് ചെറിയ ആവാസ വ്യവസ്ഥകൾക്ക് ഉദാഹരണമാണ്. ഏതൊക്കെ? വൃക്ഷം, വയൽ, കുളം, അരുവി, കുന്ന്, കാവ് എന്നിവ ചെറിയ ആവാസ വ്യവസ്ഥകളാണ്. വനം, പുൽമേട്, മരുഭൂമി, കടൽ, ധ്രുവപ്രദേശം തുടങ്ങിയവ വലിയ ആവാസ വ്യവസ്ഥകളാണ്. അപ്പൊ 3 ക്വസ്റ്റ്യൻ വരാം. ഇതിൽ നിന്ന് എന്താണ് ആവാസ വ്യവസ്ഥയെന്ന്, ചെറിയ ആവാസ വ്യവസ്ഥകൾക്ക് എക്സാമ്പിൾ, വലിയ ആവാസ വ്യവസ്ഥകൾക്കുള്ള ഉദാഹരണങ്ങളും ചോദിക്കാം. അപ്പൊ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എന്തോന്നാണ് ലിവിങ് തിങ്സും ഉണ്ട്, നോൺ ലിവിങ് തിങ്സും കൂടെ ചേർന്ന് വരുന്നതാണ് എന്തോന്ന് ecosystem എന്ന് പറയുന്നത്. ട്രീസ്, ഫീൽഡ്സ്, പോണ്ട്സ് ആൻഡ് സ്ട്രീംസ്, ഹിൽസ്, സ്കേഡ് ഗ്രൂവ്സ് ആർ സ്മാൾ എക്കോസിസ്റ്റം. ഫോറസ്റ്റ്, ഗ്രാസ്ലാൻഡ്, ഡെസേർട്ട്, സീസ്, പോളാർ റീജിയൻസ് ആർ ലാർജ് എക്കോസിസ്റ്റംസ്. ഓക്കെ, അടുത്ത് നോക്കൂ. വാട്ട് ഈസ് ഇന്റർഡിപ്പെൻഡൻസ് ഇൻ ആൻ എക്കോസിസ്റ്റം? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ്. ഒരു ആവാസ വ്യവസ്ഥയിലെ പരസ്പരാശ്രയത്വം എങ്ങനെയെല്ലാമാണ് ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ്. എങ്ങനെ പറയാം? ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ഏതൊക്കെ? ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ. ദ ഫിഷ് ലീവ് ഇൻ വാട്ടർ, എങ്ങനെ പറയാം? മത്സ്യങ്ങൾ ജലത്തിൽ ജീവിക്കുന്നു. മത്സ്യങ്ങൾ ജീവനുള്ളവ, ജലം എന്ന് പറയുന്നത് ജീവനില്ലാത്തവ. ബിറ്റ്വീൻ ലിവിങ് തിങ്സ്, സ്നേക്ക് ഈറ്റ് റാറ്റ്സ് ആൻഡ് ഫ്രോഗ്സ്. ലിവിങ് തിങ്സിന്റെ കാര്യത്തിൽ ജീവനുള്ള ഘടകങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? പാമ്പുകൾ എലികളെയും തവളയൊക്കെ തിന്നുന്നു. അടുത്തിന് ജീവനില്ലാത്ത ഘടകങ്ങൾ തമ്മിൽ എന്താണ്? സൂര്യന്റെ ചൂട് കാരണം കുളം വറ്റുന്നു. അതും ഒരു ഇന്റർഡിപ്പെൻഡൻസ്, പരസ്പരാശ്രയത്വത്തിൽ വരുന്നതാണ്. ഓക്കെ, ബിറ്റ്വീൻ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ബിറ്റ്വീൻ ലിവിങ് തിങ്സ്, ബിറ്റ്വീൻ നോൺ ലിവിങ് തിങ്സ്, ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ, ജീവനുള്ള ഘടകങ്ങൾ തമ്മിൽ, ജീവനില്ലാത്ത ഘടകങ്ങൾ തമ്മിൽ. ഓക്കെ, അടുത്ത് നോക്ക. Destruction of ecosystem. What are the human activities that are harmful to the ecosystem? ആവാസ വ്യവസ്ഥകളുടെ നാശം എന്തൊക്കെയാണ്? What are the human activities? മനുഷ്യ ഇടപെടലുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നത്? എന്തോന്ന് പറയാം? ഡിമോളിഷൻ ഓഫ് ഹിൽസ്, കുന്നിടിക്കൽ. എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെ അമിത ഉപയോഗം. ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം. ഫീൽഡ് ഫെല്ലിംഗ്, വയലുകൾ നികത്തൽ. ഡിസ്പോസൽ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്, ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഹില്ല്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ജലാശയങ്ങളിലൊക്കെ നിക്ഷേപിക്കൽ. പിന്നെന്തോന്നാ? മണൽ വാര. ഇതൊക്കെ എന്തോന്നാണ്? ആവാസ വ്യവസ്ഥകളുടെ നാശത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ്? കുന്നിടിക്കൽ, കീടനാശിനികളുടെ അമിത ഉപയോഗം, വനനശീകരണം, വയലുകൾ നികത്തൽ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിലും ജലാശയങ്ങളിലും നിക്ഷേപിക്കൽ. ഓക്കെ, അടുത്ത് പൊല്യൂഷൻ. ഫ്രണ്ട്സ് ഓഫ് ഫാർമേഴ്സ്, കർഷക മിത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? മണ്ണിരയാണ് കർഷക മിത്രം എന്ന് അറിയപ്പെടുന്നത്. ഈ പൊല്യൂഷനെ കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത്. സോയിൽ പൊല്യൂഷൻ ആദ്യത്തേത്. റൈറ്റ് അബൌട്ട് ദോസ് ആക്ടിവിറ്റീസ് വിച്ച് പൊല്യൂട്ട് ദ സോയിൽ. മണ്ണ് മലിനമാകുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതാനാണ്. ഇതൊക്കെ നിങ്ങളുടെ ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഫുള്ളായിട്ട് ഇതിൽ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിലോട്ട് ചെയ്തിട്ടുള്ളൂ. മണ്ണ് മലിനമാക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാംസ്, കൃഷിയിടങ്ങളിൽ അമിതമായി കീടനാശിനി ഉപയോഗിക്കുന്നത്. എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അമിതമായ രാസവള പ്രയോഗം. അൺസയന്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസ്, സ്പില്ലേജ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എക്സെട്ര. പിന്നെന്തോന്ന്? കെമിക്കൽസ് ദാറ്റ് ഫ്ലോ
into water also polluted the soil. എന്തോന്നാണ്? അമിതമായ രാസവളപ്രയോഗം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജലത്തിലേക്ക് ഒഴുക്കിവിടുന്ന രാസവസ്തുക്കൾ മണ്ണിനെ മലിനമാക്കുന്നു. ഇതൊക്കെ എന്തോന്ന്? മണ്ണിനെ മലിനമാക്കുന്ന പ്രവർത്തികളാണ്. സോയിൽ പൊല്യൂഷന്റെ കാരണങ്ങളാണ് ഇതൊക്കെ. സോയിൽ പൊല്യൂഷന്റെ കാരണമാണ്. അടുത്ത, വാട്ട് ഡസ് സോയിൽ പൊല്യൂഷൻ അഫക്ട് ദ എക്കോസിസ്റ്റം? മണ്ണ് മലിനീകരണം, അതായത് സോയിൽ പൊല്യൂഷൻ ആവാസ വ്യവസ്ഥയെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നു? ഏതൊക്കെ രീതിയെ ബാധിക്കുന്നു? സോയിൽ പൊല്യൂഷൻ ഡിസ്ട്രോയ്സ് ദ നാച്ചുറൽ സ്ട്രക്ചർ ആൻഡ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. മണ്ണിന്റെ സ്വാഭാവിക ഘടനയെയും ഫലഭൂഷ്ഠിതയെയും നശിപ്പിക്കുന്നു. പിന്നെന്തോന്നാണ്? സോയിൽ പൊല്യൂഷൻ ഈസ് ഹാംഫുൾ ടു യൂസ്ഫുൾ ക്രീച്ചേഴ്സ് ലൈക്ക് എർത്ത് വാംസ്. മണ്ണിര പോലെയുള്ള ജീവികൾക്ക് മണ്ണ് മലിനീകരണം ദോഷകരമാണ്. ഓക്കെ. അടുത്ത, എയർ പൊല്യൂഷൻ. നമ്മൾ നേരത്തെ പഠിച്ച സോയിൽ പൊല്യൂഷൻ. ഇനി എയർ പൊല്യൂഷന്റെ കാര്യമാണ്. എയർ പൊല്യൂഷൻ ക്യാൻ ഹാവ് harmful effects on our earth. Every year about 7 million people die in the world due to the various diseases caused by air pollution. Air pollution can have a harmful effect not only on humans but also on plants and animals. Harmful effects air pollution are declining crop yields, acid rain, global warming, ഓസോൺ ഡിപ്ലഷൻ എക്സെട്ര. അപ്പോൾ വായുമലിനീകരണം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഓരോ വർഷവും വായുമലിനീകരണം മൂലം വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏകദേശം 70 ലക്ഷം മനുഷ്യർ ലോകത്ത് മരിക്കുന്നുണ്ട്. മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും വായുമലിനീകരണം ദോഷമായി ബാധിക്കും. കാർഷിക വിളകൾ കുറയുന്നത്, ആസിഡ് മഴ, ആഗോള താപനം, ഓസോൺ പാളിയുടെ നാശം എന്നിവയെല്ലാം വായുമലിനീകരണത്തിന്റെ ദോഷഫലങ്ങളാണ്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. വായുമലിനീകരണത്തിന് ദോഷം എന്തൊക്കെയാണ്? കാർഷിക വിളകൾ കുറയുന്നത്, ഡിക്ലൈനിങ് ക്രോപ്പ് സീൽസ്, ആസിഡ് മഴ, ആഗോള താപനം, ഓസോൺ പാളിയുടെ നാശം. ഓക്കെ. ആസിഡ് റെയിൻ, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലഷൻ ഇതൊക്കെ കാരണമായി മാറും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷന്റെ സന്ദർഭങ്ങൾ, സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന്, വായുമലിനീകരണത്തിന് കാരണം എന്തൊക്കെയാണെന്നുള്ളത്. ബേണിംഗ് ഓഫ് വേസ്റ്റ് ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക്സ്, ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, സ്മോക്ക് എമിറ്റഡ് ഫ്രം വെഹിക്കിൾസ്, വൈൽഡ് ഫയർസ്, മൈനിങ്, ബേണിംഗ് ഫയർവുഡ്, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചർ ക്രോപ്സ്, യൂസ് ഓഫ് ഫയർ വർക്സ്, സ്മോക്ക് ഫ്രം ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, വോൾക്കാനിക് എറപ്ഷൻസ്. എന്തൊക്കെ പറയാം? പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത്, മാലിന്യ നിക്ഷേപം കത്തിക്കുന്നത്, പിന്നെന്തോന്നാണ്? ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ വാഹനങ്ങളിൽ നിന്ന് പുറത്തള്ളുന്ന പുക, കാട്ടുതീ, ഖനനം, പിന്നെ വിറകടുപ്പ്, വ്യാവസായശാലയിൽ നിന്നുള്ള വിഷമയമായ പുക, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ, കരിമരുന്നിന്റെ ഉപയോഗം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനം, ഭൂകമ്പം, രാസ കീടനാശിനികളുടെ ഉപയോഗം. ഇതെല്ലാം എന്തോന്നിന് കാരണം? വായുമലിനീകരണത്തിന് കാരണമാകുന്നതാണ്. അടുത്ത് നമുക്ക് പറയാം വാട്ടർ പൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചത് സോയിൽ പൊല്യൂഷൻ, രണ്ടാമത് പഠിച്ചത് എയർ പൊല്യൂഷൻ, അടുത്ത് വാട്ടർ പൊല്യൂഷൻ. Water becomes polluted due to the presence of various chemicals and organic substances. Polluted water causes various health issues and diseases. Waste from factories and houses, plastic waste, pesticides, other chemicals, petroleum, etc. cause water pollution. The decrease in the level of oxygen in water is due to the pollution. This is tracked to the lives of organisms living in water. അപ്പൊ എന്താ പറയാ? വിവിധ രാസജൈവ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലം ജലം മലിനമാകുന്നു. പിന്നെ മലിനജലം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ടാക്കുന്നു. വ്യവസായശാലകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കീടനാശിനികൾ, പിന്നെ മറ്റു രാസവസ്തുക്കൾ, പെട്രോളിയം എന്നിവ ജലമലിനീകരണത്തിന് കാരണമാകുന്നു. ജലമലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങൾ മനസ്സിലായല്ല. ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതും ജലമലിനീകരണം മൂലമാണ്. ഇത് ജലത്തിൽ വസിക്കുന്ന ജീവികളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ഓക്കെ. എന്തൊക്കെയാണ്? വേസ്റ്റ് ഫ്രം ഫാക്ടറീസ് ആൻഡ് ഹൗസസ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, പെസ്റ്റിസൈഡ്സ്, അതർ കെമിക്കൽസ്, പെട്രോൾ എക്സെട്ര കോസ് വാട്ടർ പൊല്യൂഷൻ. ക്ലിയർ ആയോ? ഹൗ ഡസ് വാട്ടർ പൊല്യൂഷൻ അഫക്റ്റ് ലിവിങ് തിങ്സ് ആൻഡ് ഹ്യൂമൻസ്. ജലം മലിനമാകുന്ന ജീവികളെയും മനുഷ്യനെയും എങ്ങനെയെല്ലാം ബാധിക്കും?
ഡ്രിങ്കിങ് വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് എന്നതാണ് കുടിവെള്ളം മലിനമാകുന്നു. ഡിഗ്രീസ് ഇൻ ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ, വാട്ടറിലെ ഓക്സിജന്റെ അളവ് കുറയുന്നു. കേസസ് വേരിയസ് വാട്ടർ ബോൺ ഡിസീസസ് ലൈക്ക് കോളറ, ടൈഫോയിഡ് ആൻഡ് ജോണ്ടിസ്, അപ്പോൾ പല രോഗങ്ങൾക്കും കാരണമായി മാറുന്നു. ഡിസ്ട്രോയ്സ് എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ നശിക്കുന്നു. കെമിക്കൽസ് ദാറ്റ് ഫ്ലോ ഇൻ ടു വാട്ടർ അഫക്റ്റ് ഓർഗാനിസം ഇൻക്ലൂഡിംഗ് ഹ്യൂമൻസ് ത്രൂ പ്ലാന്റ്സ് ആൻഡ് അക്വാറ്റിക് ഓർഗാനിസംസ്. ജലത്തിൽ ഒഴുകി എത്തിച്ചേരുന്ന രാസവസ്തുക്കൾ സസ്യങ്ങൾ, ജലജീവികൾ എന്നിവയുടെ ആവാസ വ്യവസ്ഥയിലെ മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ ബാധിക്കുന്നു. പിന്നെ കെമിക്കൽസ് ദാറ്റ് ഫ്ലോ ഇൻ ടു വാട്ടർ ആൾസോ പൊല്യൂട്ടഡ് ദ സോയിൽ. ജലത്തിൽ ഒഴുകിയെത്തുന്ന രാസവസ്തുക്കൾ മണ്ണിനെയും മലിനമാക്കുന്നു. എന്തൊക്കെയാണ്? കുടിവെള്ളം മലിനമാകുന്നു, കോളറ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ പലതരം രോഗങ്ങൾക്ക് കാരണമാകുന്നു, ആവാസ വ്യവസ്ഥ നശിക്കുന്നു. ജലത്തിൽ ഒഴുകി എത്തിച്ചേരുന്ന രാസവസ്തുക്കൾ സസ്യങ്ങൾ, ജലജീവികൾ എന്നിവയുടെ ആവാസ വ്യവസ്ഥയിലെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളെ ബാധിക്കുന്നു. ജലത്തിൽ ഒഴുകിയെത്തുന്ന രാസവസ്തുക്കൾ മണ്ണിനെ മലിനമാക്കുന്നു. ഓക്കെ, അടുത്ത് നോക്ക്. വിച്ച് ആൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഡു യു നോ? ഫൈൻഡ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഏതൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങൾ? ഏതൊക്കെയാണ്? ലാൻഡ് സ്ലൈഡ്, എർത്ത് കോക്ക്, ഫോറസ്റ്റ് ഫയർ, പിന്നെ എന്താ പറയാ, ഫ്ലഡ്, ഡ്രോട്ട്, സ്റ്റോം, സുനാമി, വോൾക്കാനിക് എറപ്ഷൻ. ഉരുൾപൊട്ടൽ ഏതൊക്കെ? ഉരുൾപൊട്ടൽ, ഭൂകമ്പം, കാട്ടുതീ, വെള്ളപ്പൊക്കം, വരൾച്ച, കൊടുങ്കാറ്റ്, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനം. ഇതൊക്കെ എന്തോന്നാണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. അടുത്ത നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് cause great damage to the environment and living things. Natural disasters can occur due to the natural causes of human ഇന്റർഫറൻസ്. ഇപ്പൊ പ്രകൃതി ദുരന്തങ്ങൾ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. സ്വാഭാവിക കാരണങ്ങളാലോ മനുഷ്യന്റെ ഇടപെടൽ വഴിയോ പ്രകൃതി ദുരന്തം ഉണ്ടാകാം. ഓക്കെ, അടുത്ത് നോക്കൂ. വാട്ട് പ്രിക്കോഷൻസ് ഷുഡ് ബി ടേക്കൺ ഇഫ് എ ഫ്ലഡ് വാർണിംഗ് ഈസ് റിസീവ്ഡ്? വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ലഭിച്ചാൽ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം? ഇപ്പൊ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ മനുഷ്യരുടെ തന്നെ പല പ്രവൃത്തികൾ കൊണ്ടാണ് ഈ ഒരു വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത് തന്നെ. നോക്ക്, എങ്ങനെ നമുക്ക് വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ലഭിച്ചാൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? പീപ്പിൾ റിസൈഡിങ് അലോങ് റിവർ ബാങ്ക്സ് ഷുഡ് മൂവ് ടു ഹയർ ഗ്രൗണ്ട് ആസ് ഫാസ്റ്റ് ആസ് ദേ ക്യാൻ. അപ്പൊ പുഴയോരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് ഉയർന്ന പ്രദേശങ്ങളിലോട്ട് താമസം മാറ്റുക. ഡു നോട്ട് സ്റ്റെപ്പ് ഇൻ ടു റിവേഴ്സ് ഇൻ ടോറന്റൽ റെയിൻ. ശക്തമായ ഒഴുക്കുള്ളപ്പോൾ പുഴയിൽ ഇറങ്ങരുത്. ഡിസ്കണക്ട് ദ ഇലക്ട്രിസിറ്റി ഇഫ് വാട്ടർ എൻറ്റേഴ്സ് യുവർ ഹോം. വീട്ടിനുള്ളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് സുരക്ഷിതമായിട്ട് നിൽക്കാൻ കഴിയും. ഓക്കെ, there are systems to give warnings about natural precautions are taken based on these warnings. It is provide protection of life and environment. അതായത് പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ സംവിധാനങ്ങൾ നിലവിലുണ്ട്. മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകൾ എടുത്താൽ ജീവനും പരിസ്ഥിതിക്കും സംരക്ഷണം നൽകാൻ കഴിയും. നമുക്ക് പ്രൊട്ടക്ഷൻ ഓഫ് എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം. ഒരു പോസ്റ്റർ കൊടുത്തിരിക്കുകയാണ്. അവർ എർത്ത്, അവർ ഫ്യൂച്ചർ, വി അവർ സെൽസ് ആർ ദ പ്രൊട്ടക്ടേഴ്സ്, എഡ്സ് ഫോളോ ഗ്രീൻ പ്രോട്ടോകോൾ. അതായത് നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നാം തന്നെ സംരക്ഷകർ, പാലിക്കാൻ നമുക്ക് ഹരിത ചട്ടങ്ങൾ. ആ ഒരു തീരുമാനത്തിലോട്ട് എത്തിയാൽ നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ നമുക്ക് തന്നെ കഴിയും. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ വൈസ് എത്രയേ ഉള്ളൂ. ഇതോടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിൻ്റെ ലെറ്റേഴ്സസ് ക്വസ്റ്റ്യൻസും മറ്റൊരു വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.